മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ MS ധോണിയുടെ ഹെൽമെറ്റിൽ മാത്രം ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടായിരിക്കില്ല. അന്നത്തെ കാലത്ത് അത് വലിയ ചർച്ചയായിരുന്നു. എന്തുകൊണ്ടാണ് ധോണി ഫ്ലാഗുള്ള ഹെൽമെറ്റ് ഉപയോഗിക്കാത്തത്? ധോണി കീപ്പ് ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ് ഗ്രൗണ്ടിൽ വെക്കണം. ഇന്ത്യയുടെ കൊടി ഹെൽമെറ്റിലുള്ളത് കൊണ്ട് ഗ്രൗണ്ടിൽ വെക്കാൻ ധോണിക്ക് ഇഷ്ടമല്ല. ധോണി ഇന്ത്യയെയും ക്രിക്കറ്റിനെയും അത്രയും അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ധോണി ഒരു ഇതിഹാസം മാത്രമല്ല, നല്ലൊരു മനുഷ്യനാണെന്നും കാട്ടിത്തന്നു. ധോണിയുടെ അതേ പാതയിലൂടെയാണ് സഞ്ജുവും മുന്നോട്ട് പോകുന്നത്. സഞ്ജു നല്ലൊരു മനുഷ്യനാണെന്ന് നേരത്തെ തന്നെ തെളിയിച്ചതാണ്. പരിക്കേറ്റ യുവതിയുടെ അടുത്ത് പോയിട്ട് സഞ്ജു എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പോഴിതാ സഞ്ജു ചെയ്ത മറ്റൊരു പ്രവൃത്തി സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അങ്ങോട്ട് സഞ്ജുവിന്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. സഞ്ജുവിനെ വച്ചടി കയറ്റുമായിരിക്കും. ഇനി സഞ്ജുവിനെ തടയാൻ ആർക്കും തന്നെ സാധിക്കില്ല. ഋഷഭ് പന്തിനെയും പിന്നിലാക്കിയാണ് സഞ്ജുവിന്റെ പടയോട്ടം. കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള 4ാമത്തെ T20യിലാണ് ആ സംഭവം നടന്നത്. കളി കഴിഞ്ഞ് ഇന്ത്യൻ താരങ്ങളായ സഞ്ജുവും സൂര്യയും നടന്നു വരികയായിരുന്നു. രണ്ടുപേരും നടന്നു വരുമ്പോൾ അവിടെ ഗ്രൗണ്ടിൽ ഒരു തൊപ്പി കിടക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ താരത്തിന്റെ തൊപ്പിയായിരുന്നു. സൂര്യയും സഞ്ജുവും കൂടി ആ തൊപ്പിയിൽ ചവിട്ടി. ഉടനടി സഞ്ജു തൊപ്പിയെടുത്ത് ചുംബിച്ചു. അതുപോലെ സൂര്യകുമാർ തൊപ്പിയെടുത്ത് നെഞ്ചോട് ചേർത്തു. സഞ്ജുവും സൂര്യയും തൊപ്പിക്ക് അത്രമാത്രം വാല്യൂ കൊടുക്കുന്നുണ്ട്. ക്രിക്കറ്റ് വെറും ഒരു സ്പോർട്സ് ഗെയിം മാത്രമായിട്ടല്ല സഞ്ജു കാണുന്നത്. ഏതൊരു മാച്ചായാലും ആ കളിയിൽ ഒരു എത്തിക്സ് സഞ്ജു കാത്തു സൂക്ഷിക്കുന്നുണ്ട്. സഞ്ജു തന്റെ ക്രിക്കറ്റ് ബാറ്റ് ഇന്ന് വരെ വലിച്ചെറിഞ്ഞിട്ടില്ല. ഔട്ടായാലും സഞ്ജു ബാറ്റ് കൊണ്ട് എവിടെയും അടിക്കാറില്ല. സഞ്ജു വളരെ കൂളായിട്ടാണ് മുന്നോട്ട് പോകാറ്. സഞ്ജു തന്റെ ബാറ്റിന് അത്രയും അധികം വാല്യൂ കൊടുക്കുന്നുണ്ട്. സഞ്ജുവും സൂര്യൻ ചെയ്ത ഈ പ്രവൃത്തിക്ക് കൈയടിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. സൂര്യ എപ്പോഴും സഞ്ജുവിനെ സപ്പോർട്ടാക്കാറുണ്ട്. സഞ്ജുവിനെ പോലെ തന്നെ ഒരു നല്ല മനുഷ്യനാണ് സൂര്യകുമാറും. അപ്പോൾ നമുക്ക് സഞ്ജുവിന്റെ അടുത്ത വെടിക്കെട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.